ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് ഡ്രൈ ഫ്രൈ ആക്കിയാലോ. അപ്പോൾ ഞാനിത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല കേട്ടോ. ഞാനിത് ഇൻസ്റ്റയിലൊരു പേജ് കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം കേട്ടോ. ആദ്യം നമുക്ക് നല്ല വലിയ പീസായിട്ടുള്ള ബീഫ് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചുവന്ന മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പില ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പുരട്ടിയെടുത്തിട്ട് 2 വിസിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് വിസിൽ വന്നതിന് ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷം ഒന്ന് സ്റ്റീക്കായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചെറുനാരങ്ങ നീര് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1.5 സ്പൂണ് അരിപ്പൊടിയും 2.5 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ബീഫ് വേവിച്ച വെള്ളം ഒഴിവാക്കരുത്. ആ വെള്ളം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുത്തിട്ട് ഒരു 2 മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എനിക്കും അറിയണമെന്നുണ്ട്. കുറേ ദിവസമായി ഈ റീൽ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളിത് ബീഫ് എടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നല്ല മൊരമൊരാന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാനും പിന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കാം.